Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. എടക്കര പാലേമാട് റോഡിൽ മുസ്ലിയാരങ്ങാടി മുതൽ കാട്ടിപ്പടി വരെയുള്ള ഡ്രൈനേജ് നിർമ്മാണം കാലങ്ങളായി പൂർത്തിയാകാതെ കിടക്കുന്നത് അധികൃതരുടെ അനാസ്ഥ മൂലമെന്ന് SDPI എടക്കര പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു. അധികൃതരുടെ അനാസ്ഥക്കെതിരെ നിലവിൽ പൂർത്തിയാകാതെ കിടക്കുന്ന ഡ്രൈനേജിന്റെ അറ്റകുറ്റപ്പണി നടക്കുന്ന സമയത്ത് SDPI എടക്കര പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് ഡ്രൈനേജിന്റെ പ്രവർത്തനം നിർത്തിവെച്ചത് സമീപത്തെ വ്യാപാരികളെയും നാട്ടുകാരെയും ദുരിതത്തിലാക്കിയിരുന്നു. എടക്കര പാലേമാട് റോഡിൽ മുസ്ലിയാരങ്ങാടി മുതൽ കാട്ടിപ്പടി വരെയുള്ള ഡ്രെയിനേജ് നിർമ്മാണം കാലങ്ങളായി പൂർത്തിയാകാതെ കിടക്കുന്നത് അധികൃതരുടെ അനാസ്ഥ മൂലമെന്ന് SDPI എടക്കര പഞ്ചായത്ത് കമ്മിറ്റി ആരോപിച്ചു. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ നിലവിൽ പൂർത്തിയാകാതെ കിടക്കുന്ന ഡ്രെയിനേജിന്റെ അറ്റകുറ്റപ്പണി നടക്കുന്ന സമയത്ത് SDPI എടക്കര പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധം പ്രകടിപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് ഡ്രെയിനേജിന്റെ പ്രവർത്തനം നിർത്തിവെച്ചത് സമീപത്തെ വ്യാപാരികളെയും നാട്ടുകാരെയും ദുരിതത്തിലാക്കിയിരുന്നു. SDPI നടത്തിയ പ്രതിഷേധത്തെ കണ്ടില്ലെന്ന് നടിക്കുകയും ഉത്തരവാദിത്തപ്പെട്ട ഒരാളും ഡ്രെയിനേജ് പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ എന്താണെന്ന് അറിയിക്കുകയോ അതിന് പരിഹാരം കാണാനോ ശ്രമിക്കാതെ പ്രതിഷേധക്കാരെ തേജോവധം ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് SDPI ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഡ്രൈനേജിന്റെ പൂർത്തീകരണം സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം അനധികൃതമാണെങ്കിൽ അത് സർക്കാർ ഏറ്റെടുത്തുകൊണ്ടും അതല്ല അനധികൃതമല്ലെങ്കിൽ അവരുമായി സംസാരിച്ച സ്ഥലം ഏറ്റെടുത്തും ഡ്രൈനേജ് പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടി അവിടെ സമരം നടത്തി കഴിഞ്ഞ ആഴ്ചയിൽ. എന്നാൽ അന്ന് മുതൽ ഇന്ന് വരെ ഡ്രൈനേജ് നിർമ്മാണം ഈ വിഷയത്തിൽ തീരുമാനമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഡ്രൈനേജ് നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചു. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തി പോലും പഞ്ചായത്ത് പ്രസിഡന്റോ പഞ്ചായത്ത് സെക്രട്ടറിയോ വില്ലേജുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ PWD ഉദ്യോഗസ്ഥരോ ഒരു വാക്ക് പോലും എന്താണ് ഇവിടുത്തെ തടസ്സമെന്നോ എന്താണ് ഇങ്ങനെ അവിടെ ഡ്രൈനേജ് പൂർത്തിയാക്കാൻ പറ്റാത്തത് എന്നോ അറിയിക്കുകയോ അല്ലെങ്കിൽ ഇത്ര കാലതാമസം അതിനുണ്ട് എന്നുള്ളൊരു വിവരം പോലും തരാതെ തീർത്തും ഒരു പുറംതിരിഞ്ഞ നിലപാടാണ് സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ പിന്നീട് ശക്തമായി ഞങ്ങൾ PWD എഞ്ചിനീയർ ശക്തമായി സമ്മർദ്ദം ചെലുത്തിയപ്പോൾ നിലമ്പൂർ ഓവർസിയറെ പറഞ്ഞു വെച്ചത് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ഓവർസിയർ പറഞ്ഞു വെച്ചിട്ട് ഓവർസിയർ പറഞ്ഞു ഇവിടെ നിലവിലെ ഈ റീസർവേ പൂർത്തിയാക്കാത്തത് കൊണ്ടും ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ളൊരു സർവേ ഇവിടെ ഉള്ളൂ എന്നുള്ളതൊക്കെ പറഞ്ഞ് അതുകൊണ്ട് 2-ാം തീയതി ഹെഡ് സർവേയർ വരും. അദ്ദേഹം വന്നതിൻ്റെ ശേഷം നമുക്ക് തീരുമാനമായിട്ട് മുന്നോട്ട് പോകാം. അതിൻ്റെ ശേഷം എന്നാൽ വർക്ക് തുടങ്ങിയാൽ കണ്ടീഷനില്ല താൽക്കാലിക വർക്ക് നിർത്തി വെച്ചിട്ടാണ് മുന്നോട്ട് പോയത്. പിന്നീട് നമ്മളറിഞ്ഞ ആ വ്യക്തി സ്വകാര്യ വ്യക്തി മതിൽ റോഡിലൂടെ പോയിട്ടുള്ള അല്ലെങ്കിൽ ഡ്രൈനേജ് നിർമ്മിക്കാൻ ആവശ്യമായി വിട്ടുതരേണ്ട സ്വകാര്യ വ്യക്തി നമ്മളുമായി ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു നിങ്ങൾ കരുതുന്നത് പോലെ അല്ലെങ്കിൽ ജനങ്ങൾ കരുതുന്ന പോലെ ഞങ്ങൾ അനധികൃതമായി കയ്യേറിയതല്ല. അനധികൃതമായി കയ്യേറിയതാണെങ്കിൽ അവർ അളന്നു നോക്കട്ടെ, അവരെടുത്തോട്ടെ. അതല്ല അനധികൃതമായി കയ്യേറ്റം അല്ലെങ്കിൽ പോലും ഞങ്ങൾ ആ സ്ഥലം വിട്ടുതരാൻ തയ്യാറാണ്. പക്ഷേ ഇന്നേ വരെ ഉത്തരവാദിത്തപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പോലും ഞങ്ങളോട് വിഷയം പറഞ്ഞ് ചോദിക്കുകയോ വരികയോ ചെയ്തിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം പുറം ലോകത്തോട് പത്രക്കാരോട് ഇന്നലെ അദ്ദേഹം വിളിച്ച് പറഞ്ഞു. അതിന് മുമ്പ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള വിഷയം. അപ്പോൾ ഇത്തരമൊരു അനാസ്ഥ എടക്കര പഞ്ചായത്തിൽ ഒരു വ്യക്തി അദ്ദേഹത്തിന് സ്ഥലം വിട്ടുതരാമെന്ന് പറഞ്ഞിട്ട് പോലും ആ ഡ്രൈനേജ് പൂർത്തിയാക്കാതെ എടക്കര പഞ്ചായത്തിൻ്റെ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് ഒരു സ്ഥലം മാറി നിൽക്കുമ്പോൾ അതിനെതിരെ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടികൾ രംഗത്ത് വരാതെ നിൽക്കുമ്പോൾ നമ്മൾ SDPI നടത്തിയ സമരം അത് തികച്ചും ന്യായമാണെന്ന് ഇവിടുത്തെ നാട്ടുകാർക്ക് മൊത്തം അറിയാം. ഡ്രെയിനേജ് പൂർത്തിയാക്കാൻ തടസ്സമായി നിൽക്കുന്ന സ്വകാര്യ വ്യക്തിയുടെ സ്ഥലം വിട്ടു നൽകാൻ ആ വ്യക്തി തയ്യാറാണെന്നിരിക്കെ പരിഹാരവുമായി മുന്നോട്ടു പോകാൻ പഞ്ചായത്ത് ഭരണസമിതി മുൻകൈയെടുക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ തുടർ പ്രതിഷേധങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഹാരിസ് അഡാലത്ത, നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് N മുജീബ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M മക്ബൂൽ, മണ്ഡലം കമ്മിറ്റി അംഗം CP മുജീബ്, KP റംഷീദ് എന്നിവർ സംബന്ധിച്ചു. ഈസ്റ്റ് ലൈവ് എടക്കര.